നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ കാട്ടുപക്ഷികളിലും വളർത്തുപക്ഷികളിലും കണ്ടുവരുന്ന സംക്രമിക രോഗമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഡോക്ടർ രാജു ജയദേവൻ നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം. ഡോക്ടർ, കേരളത്തിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ പക്ഷിപ്പനിയൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പക്ഷിപ്പനി? നമുക്ക് അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പക്ഷിപ്പനിയുടെ പേര് ഏവിയൻ ഇൻഫ്ലുവൻസ എന്നാണ്. എന്നാൽ പക്ഷികളിൽ കാണപ്പെടുന്ന ഇൻഫ്ലുവൻസ വൈറസ്, ഇൻഫ്ലുവൻസ കേട്ടറിവുള്ള രോഗം തന്നെയാണ്. ഫ്ലൂ എന്നൊക്കെ പറയും. ഫ്ലൂ എന്നാൽ ജലദോഷമല്ല. ജലദോഷവും ഫ്ലൂവും വേറെ വേറെ രോഗങ്ങളാണ്. ഫ്ലൂ എന്നാൽ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ന്യൂമോണിയയും മരണവും വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വൈറൽ രോഗമാണ് ഫ്ലൂ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ ഫ്ലൂ ഉണ്ടായിരിക്കുന്നതും ഇൻഫ്ലുവൻസ പരത്തുന്ന വൈറസുകളെ ഇൻഫ്ലുവൻസ വൈറസുകൾ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പലതരമുണ്ട്. മനുഷ്യനെ ബാധിക്കുന്ന ഇനം ഇൻഫ്ലുവൻസ വൈറസുകൾ അനേകമുണ്ട്. അതുപോലെ പക്ഷികളെ ബാധിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകളുണ്ട്. അതിൽ പ്രധാനമായും H5N1 എന്ന് വിളിക്കുന്ന പക്ഷികളിൽ കാണപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസ വൈറസ് മൂലമാണ് ഈ പക്ഷിപ്പനി ഉണ്ടാകുന്നത്. ഇതുമൂലം പക്ഷികൾ മരണപ്പെടുകയും മറ്റും ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ കോഴി ഫാമുകളിലും താറാവ് ഫാമുകളിലുമാണ് ഇത് പൊട്ടിപ്പുറപ്പെടാറുള്ളത്. അതിന് കാരണം ഈ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും വെള്ളക്കെട്ടും പാടവും മറ്റുമുള്ള സ്ഥലങ്ങളിൽ ഈ ദേശാടന പക്ഷികൾ വരാറുണ്ട്. അവർ അനേകായിരം മൈലുകൾ താണ്ടിയാണ് വരുന്നത്. അവർ പലപ്പോഴും ഇത്തരം വൈറസുകളുടെ വാഹകരാകാറുണ്ട്. അപ്പോൾ ഈ പക്ഷികളിൽ നിന്നും അവയ്ക്ക് സമീപം നിൽക്കുന്ന നമ്മുടെ താറാവുകൾക്കും കോഴികൾക്കും ഈ വൈറസ് പിടിപെടുകയും തമ്മിൽ അതിവേഗം അത്, പ്രത്യേകിച്ചും ഇവർ ഒരുമിച്ച് കഴിയുന്നവരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അനവധി പക്ഷികൾക്ക് ഈ രോഗം പിടിപെടുകയും ചിലതൊക്കെ മരണപ്പെടുകയും ചെയ്യാറുണ്ട്. ഇവിടെയുള്ള പ്രശ്നം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കർഷകർ നേരിടുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ സൈഡിൽ നിന്ന് പറയുന്നത് ഇതിന്റെ ഹെൽത്ത് സൈഡാണ്. മനുഷ്യന്റെ ആരോഗ്യത്തെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം. മനുഷ്യർക്ക് ഈ പക്ഷിപ്പനി മൂലമുള്ള അല്ലെങ്കിൽ പക്ഷിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് മനുഷ്യരിൽ സാധാരണ ബാധിക്കാറില്ല. എന്നാൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ഇത് അങ്ങനെ ഒരു സാധാരണ സംഭവമല്ല. ബാധിച്ചിട്ടുള്ള കേസുകളിൽ പകുതിയിലധികം പേര് മരണപ്പെട്ടിട്ടാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ പക്ഷിപ്പനി സാധാരണഗതിയിൽ മനുഷ്യരിൽ കണ്ടുവരാത്ത രോഗമായതിനാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, അതായത് മനുഷ്യന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, നമ്മുടെ പ്രതിരോധ നിരക്ക് ഈ വൈറസിനെ പറ്റി യാതൊരു അറിവുമില്ല. നമുക്ക് ഓർമ്മയുണ്ടാവും, 2020 മാനവരാശി ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടു. അത് 70 ലക്ഷം ആൾക്കാരാണ് കണക്കിൽ പെടുന്ന മരണങ്ങൾ ഉണ്ടായത്. കോവിഡ്. ശരിക്കുള്ള മരണസംഖ്യ 2.5 കോടിയിലധികമാകും എന്ന് കണക്കാക്കപ്പെടുന്നു. അതിന് പ്രധാന കാരണം, പ്രത്യേകിച്ചും ആദ്യത്തെ 2 വർഷങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള ഇമ്മ്യൂൺ മെമ്മറി നമുക്കില്ലായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പക്ഷിപ്പനിയുടെ വൈറസിനെ പറ്റി മനുഷ്യന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ, അഥവാ ഇത് മനുഷ്യരിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്നാൽ ഭാഗ്യവശാൽ ഇന്നേ വരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ച് മിക്കവാറും മനുഷ്യരിലേക്ക് ഇത് എളുപ്പം വ്യാപിക്കുകയില്ല. ഇനി അഥവാ വ്യാപിച്ചാൽ പോലും ഈ വ്യക്തിയിൽ നിന്നും മറ്റു മനുഷ്യരിലേക്ക് ഇത് വ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നല്ല വശം എന്ന് നമുക്ക് പറയാനുള്ളത്. പക്ഷെ അവിടെയും ഒരു മുൻകരുതൽ ആവശ്യമാണ്. ഈ വൈറസിന് പക്ഷികളിൽ യഥേഷ്ടം കഴിയുന്ന ഈ വൈറസിന് ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് ജമ്പ് ചെയ്യാൻ കഴിവില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിലും അങ്ങനെയുള്ളൊരു കഴിവ് സിദ്ധിച്ചു കൂടായികയില്ല. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനിൽ ഈ വൈറസ് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനിതക മാറ്റം മൂലം പുതിയ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ അതിന് സാധിച്ചെന്നിരിക്കാം. അത് ഒഴിവാക്കാനാണ് മനുഷ്യരിലേക്ക് ഇത് തടയുന്നത്. പരമാവധി തടയണം എന്ന്, അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ലോകാരോഗ്യ സംഘടനയടക്കം ഇത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കേസാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അനേകം രാജ്യങ്ങളിൽ ഈ പക്ഷിപ്പനി ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാറുണ്ട്. ഇത് ആരുടെയും കുറ്റമല്ല, ഇതിങ്ങനെ സംഭവിക്കുന്നതാണ്. കാരണം ദേശാടന പക്ഷികൾ എങ്ങോട്ട് പോകണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അല്ലാതെ നമുക്ക് അവയെ തടുക്കാനോ അവയെ വേട്ടയാടാനോ സാധിക്കുകയില്ല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ ഇത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള പക്ഷികളെ കൊന്നൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അന്താരാഷ്ട്ര തലത്തിൽ നിലവിലുള്ളത്.
അത് വളരെ കഠിനമായ ഒരു നിർദ്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം ഒന്ന്, ഇത് അനേകം പക്ഷികളിലേക്ക് പകരുന്നത് തടയാനും മനുഷ്യരിലേക്കുള്ള സംക്രമണം പരമാവധി കുറയ്ക്കാനുമാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നുള്ള ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കർഷകർക്കിടയിലെ ആശങ്കപ്പെടുത്തുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരും എന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കർഷകർ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു കർഷകരാണെങ്കിൽ പോലും പക്ഷിപ്പനി ഉള്ള സമയത്ത് പോലും വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഇത്തരം കേസുകൾ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അമിതമായിട്ടുള്ള ആശങ്കയുടെ കാര്യമില്ലെങ്കിലും മൃഗസംരക്ഷണ വകുപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് അക്ഷരം പ്രതി പാലിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബദ്ധവശാൽ ഇത് മനുഷ്യരിൽ പെട്ടുകഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മരണസാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവർ, ഈ പക്ഷികളെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഫാമിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അവർ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കുകയും അഥവാ ഇതുപോലെ ഫ്ലൂ പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അധികാരപ്പെട്ടവരെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും ടെസ്റ്റുകൾക്ക് വിധേയരാകുകയും ചെയ്യണം. ഇതൊക്കെ ഓൾ ഓവർ ദ വേൾഡ്, ലോകമെമ്പാടും ചെയ്തു വരുന്ന സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ ചെറിയ ചാൻസ് ആണ് മനുഷ്യരിലേക്ക് പകരാനുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ പകരുകയാണെങ്കിൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്? ഇത് മനുഷ്യരിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനമായും ന്യൂമോണിയയാണ് ഉണ്ടാകുന്നത്. ന്യൂമോണിയ എന്നാൽ നമുക്ക് ശ്വാസകോശങ്ങൾ, 2 ശ്വാസകോശങ്ങളാണുള്ളത്, ലങ്സ് എന്ന് പറയും. ഈ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ വലിച്ചെടുത്ത് നമ്മുടെ ഉള്ളിലേക്ക്, ദശകളിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്വാസകോശത്തിൽ ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ലഭിക്കാതെ ആവുകയും ശ്വാസകോശം നശിച്ചു പോവുകയും മരണം സംഭവിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിന് ചികിത്സകൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. കോവിഡ് വന്നപ്പോൾ അതിന് ചികിത്സകൾ ഇല്ലായിരുന്നു. കോവിഡിന് വാസ്തവത്തിൽ ഫലപ്രദമായിട്ടുള്ള വൈറസിനെ ഒഴിവാക്കുന്ന ചികിത്സകൾ വളരെ മോശമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ രോഗാവസ്ഥകൾക്ക് ചികിത്സയുണ്ടെങ്കിലും കോവിഡ് രോഗത്തിന് ഫലപ്രദമായിട്ടുള്ള ആന്റിവൈറസുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ വൈറസിന് എതിരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. അത് പ്രത്യേകിച്ചും ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 48 hours കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് നല്ലൊരു ഒരു വാർത്തയുള്ളത്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ഒരു നിരീക്ഷണം ഉണ്ടാകണം. അതായത് ഈ രോഗം ബാധിച്ച വ്യക്തി ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കുകയും അവർക്ക് ഈ രോഗം സംശയിക്കുകയും വേണ്ട ടെസ്റ്റുകൾ ചെയ്യുമെല്ലാം ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഹ്യൂമൻ സൈഡ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ അത് ഇനി ഈ പക്ഷിപ്പനിയും ഹ്യൂമൻസിൽ മാത്രമല്ല, മനുഷ്യരിൽ മാത്രമല്ല, മറ്റു പല മൃഗങ്ങളിലും ലോകമെമ്പാടും പല മൃഗങ്ങളിലും ഇത് സ്പ്രെഡ് ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ശാസ്ത്രജ്ഞരെ, ഡോക്ടർമാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കാരണം പക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു കൂട്ടം ജീവികളാണ്. പക്ഷെ സസ്തനികളായിട്ടുള്ള മാമൽസ് ആയിട്ടുള്ള ജീവികളുടെ ഗണത്തിൽപ്പെടുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ മാമൽസിലേക്ക് ഈ വൈറസ് ജമ്പ് ചെയ്യുന്നതായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം സസ്തനികളിലേക്ക് ഈ വൈറസിനെ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വൈറസുകൾക്ക് കണ്ണും ചെവിയും ഒന്നും ഇല്ലല്ലോ. അവരുടെ ജോലി എത്രയും കൂടുതൽ വ്യക്തികളിലേക്ക് വ്യാപിക്കുക, എത്രയും കൂടുതൽ വൈറസുകളെ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഈ വൈറസുകൾക്കുള്ളത്. അതുകൊണ്ട് അത് മനുഷ്യനാണോ മറ്റ് സസ്തന ജീവിയാണോ എന്ന് വൈറസ് നോക്കാൻ പോകുന്നില്ല. അതിന് സൗകര്യമുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കയറി ഇൻഫെക്റ്റ് ചെയ്യുകയും ആ വ്യക്തിക്ക് ദോഷമുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് അഡാപ്റ്റേഷൻ എന്ന് പറയും. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ കോശങ്ങളെ പഠിച്ചതിന് ശേഷം ആ കോശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ, ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് ഈ വൈറസിനുണ്ട്. അതെങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു ബയോളജി വസ്തുതയാണ്. ഞാനത് വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ചു തരാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലൂ എന്ന് പറയുന്നത്, നമ്മളിപ്പോ തണുപ്പ് കാലമാണ്. ലോകത്തെല്ലായിടത്തും തന്നെ ഫ്ലൂ, പ്രത്യേകിച്ചും ഈ വർഷം വളരെയധികം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലടക്കം. ഫ്ലൂ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ. അപ്പൊ ഈ ഇൻഫ്ലുവൻസ, ഹ്യൂമൻ ഇൻഫ്ലുവൻസ, അതായത് മനുഷ്യരെ ബാധിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസ് ഉള്ള ഒരു വ്യക്തിയെ സങ്കല്പിക്കുക. ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഈ പക്ഷിപ്പനി ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസും കൂടി എത്തിപ്പെട്ടു എന്നിരിക്കട്ടെ. അതായത് ഒരു മുറിയിൽ 2 പേര് കയറുന്ന അവസ്ഥ. അതായത് ഒരാൾ മാത്രം കയറേണ്ട മുറിയിൽ 2 പേര് കയറിയിരിക്കുക. അപ്പൊ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ 2 വൈറസുകളുടെയും ജനിതക
ശ്രേണികൾ അല്ലെങ്കിൽ അതിൻ്റെ ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ ഇടയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിന് ജനറ്റിക് റീഅസോർട്ട്മെന്റ് എന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ രണ്ട് കഥകൾ ഒരുമിച്ച് വെക്കുക, അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ വാക്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഖണ്ഡികകൾ അല്ലെങ്കിൽ അതിൻ്റെ വാക്കുകൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും എന്നതുപോലെയുള്ള സംഭവം ഈ ഇൻഫ്ലുവൻസ വൈറസുകളുടെ കാര്യത്തിൽ സാധാരണ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് സംഭവിക്കണമെങ്കിൽ ഒരേ വ്യക്തിയിൽ രണ്ട് വൈറസുകൾ ഒരേ സമയം ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ജനിതക മാറ്റം വൈറസിന് അനുകൂലമായിട്ട് പ്രതിഫലിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിവേഗം മറ്റു മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ഇത് എത്രയും പേരിലേക്ക് ഈ സംഗതി നടക്കുന്നുവോ, എത്രയും പേരിൽ ഈ പ്രവർത്തനം നടക്കുന്നുവോ, അത്രയും കൂടുതൽ ചാൻസുകളാണ് ഈ വൈറസിന് ലഭിക്കുന്നത്. അതിനാണ് ലോട്ടറി എന്ന് പറയുന്നത്. ലോട്ടറി നമുക്കറിയാം, ഒരുപാട് പേര് ലോട്ടറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഒരുപാട് പേരിലേക്ക് ഈ രണ്ട് വൈറസുകളും ഒരേ സമയം ഒരേ സമയത്ത് ഒരേ ശരീരത്തിൽ ഇൻഫെക്ട് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായാൽ അതിൽ എവിടെയെങ്കിലും ഒരു വ്യക്തിയിൽ വെച്ച് ഈ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ വളരെ സൂക്ഷ്മമായിട്ട് ശാസ്ത്രജ്ഞർ കാണുന്നതും വളരെ ഗൗരവമായിട്ട് തന്നെ അന്താരാഷ്ട്ര സംഘടനകളും നമ്മുടെ ആരോഗ്യവകുപ്പും കാണുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിന് ഡോക്ടർ നേരത്തെ പറഞ്ഞ പനി പോലെയുള്ള രീതിയിലുള്ള ഇത് തന്നെയാണല്ലോ വരുന്നത്, അസുഖം തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെയുള്ള ചികിത്സാ രീതികൾ തന്നെയാണോ ഈ രോഗത്തിനും ഉള്ളത്? അതോ പ്രത്യേകമായിട്ട് തന്നെ എന്തെങ്കിലും പക്ഷിപ്പനിക്ക് പ്രത്യേക ചികിത്സാ രീതികൾ, മരുന്നുകൾ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാണോ? പക്ഷിപ്പനി മനുഷ്യരിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ ഒസൽറ്റാമിവർ എന്ന് വിളിക്കുന്ന ഒരു ഗുളികയാണ്. അത് സാധാരണഗതിയിൽ ഇൻഫ്ലുവൻസ ബാധിച്ച വ്യക്തികൾക്ക് കൊടുക്കുന്ന ഗുളിക തന്നെയാണ്. അത് ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ കൊടുക്കാനായി കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ വ്യക്തി ഏറെ ദിവസത്തിന് ശേഷം അവശനായതിനു ശേഷമാണ് ഈ ഗുളിക കൊടുക്കുന്നതെങ്കിൽ അത് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവുകയില്ല. എങ്കിലും തുടക്കത്തിൽ പല രോഗങ്ങൾ, നമ്മുടെ എലിപ്പനി ആണെങ്കിൽ പോലും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും പറയാറുള്ളത്. അതുകൊണ്ട് അത് തുടക്കത്തിൽ ചികിത്സിക്കണമെങ്കിൽ അത് കണ്ടെത്തുകയും വേണം എന്നുള്ളതാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ ആരോഗ്യ വകുപ്പിനുണ്ട് എന്നുള്ളതും ആശാവഹം തന്നെയാണ്. ഒരു സംശയമുള്ളത്, എല്ലാ കാലത്തും ഈ പക്ഷിപ്പനി വരുന്ന സമയത്ത് എല്ലാ ആളുകൾക്കുള്ള ഒരു ആശങ്കയും അതുപോലെ തന്നെ ഒരു സംശയമാണ്, ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ മുട്ടയും മാംസമൊക്കെ കഴിക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒരു സംശയം എപ്പോഴും ഉണ്ടാകാറുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാനിവിടെ പറയാം. ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ, അതായത് ഈ വ്യക്തി ഒരു ഹോട്ടലിൽ ചെന്ന് കോഴിക്കറി അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ട ഓർഡർ ചെയ്യുന്നു. അവിടെയെല്ലാം ഈ പക്ഷിപ്പനി ഉള്ളതായിട്ട് ഈ വ്യക്തി വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു ആശങ്കയിലാണ് ഈ വ്യക്തി ഉള്ളത്. പക്ഷെ ആ വ്യക്തിയോട് നമുക്ക് പറയാനുള്ളത്, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇത് വേവിച്ച ഒരു ആഹാരമായതിനാൽ, വെൽ കുക്ക്ഡ് ഫുഡ് എന്ന് പറയും. അതായത് കോഴിക്കറി ആകുമ്പോഴേക്കും പ്രഷർ കുക്കറിലോ അല്ലാതെയോ നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷമാണ് ഈ കറി സെർവ് ചെയ്യുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുന്നത് 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ കൂടുതലാണ് നമ്മൾ മുട്ട പുഴുങ്ങുന്നത്. ഈ വൈറസ് ഏകദേശം 75-80 ഡിഗ്രി ആകുമ്പോഴേക്കും, സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ ആകുമ്പോഴേക്കും ഈ വൈറസ് നശിച്ചിരിക്കും. എങ്കിലും നല്ലതുപോലെ പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ, അതായത് അതിന്റെ കരു ഹാർഡായിരിക്കണം. ഹാർഡായ രീതിയിൽ, അതായത് കരു ഇങ്ങനെ ഒഴുക്കോട് കൂടിയ വാട്ടിയ മുട്ടയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹാർഡ് ബോയിൽഡ് എഗ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കാറ്. നല്ലതുപോലെ പുഴുങ്ങിയ മുട്ട യാതൊരു റിസ്ക്കും ഉണ്ടാക്കുന്നില്ല. ഇനി അതിന്റെ മറുവശം ഞാൻ പറയാം. ഈ കോഴിക്കറി താനെ ഉണ്ടായി വരില്ലല്ലോ, ഇത് ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഈ കോഴിക്കറി ഉണ്ടാക്കുന്ന വ്യക്തിക്കാണ് ഇത് റിസ്ക് വരുന്നത്. കാരണം ഈ പക്ഷിപ്പനി മൂലം മരണപ്പെട്ട ഒരു പക്ഷിയാണെങ്കിൽ അതിന്റെ പച്ചയായിട്ടുള്ള അവസ്ഥയിൽ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ ഇടയുണ്ട്. കട്ട് ചെയ്യുന്ന ആൾക്കും, അതായത് ഇത് ക്ലീൻ ചെയ്യുന്ന ആൾക്കും കുക്ക് ചെയ്യുന്ന ആൾക്കും ഇതിന്റെ റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ബേർഡ്സ് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾ പേടിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്രകാരമുള്ള ഈ ചത്ത പക്ഷികളെ കുക്കിങ്ങിന് അയക്കുന്നത് തെറ്റ് തന്നെയാണ്.
ശരി, എന്തായാലും പക്ഷിപ്പനി എന്നുള്ളത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് അത്ര വേഗം പകരില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത്. അത് തന്നെയാണ് നമുക്കിപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നതും. പക്ഷേ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആരോഗ്യ പ്രവർത്തകരൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലൂടെ തന്നെ മനുഷ്യരിലേക്ക് ഇത് പകരുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. ഡോക്ടർ രാജീവ് ജയദേവനാണ് നമ്മളോട് പക്ഷിപ്പനിയെ ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.